മത്സരത്തിന്റെ തുടക്കം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ടീമിനുണ്ടായിരുന്നു. എന്നാൽ മൊഹാലിയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മവീര്യം കെടുത്തിയത് അന്ന് തടിച്ചുകൂടിയ ഇന്ത്യൻ ആരാധകരായിരുന്നു. അവർ ഇന്ത്യക്കായി അലറി വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. 2011 ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തെക്കുറിച്ച് ഇങ്ങനെ കുമ്പസാരം നടത്തിയത് പാക് ക്രിക്കറ്റിന്റെ സൂപ്പർ താരമായിരുന്ന ഷാഹിദ് അഫ്രീദിയാണ്. ഈ വാക്കുകൾ അഫ്രീദിയെ പുലിവാല് പിടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് നമുക്ക് വരാം. 2026 T20 ലോകകപ്പ് ഇന്ത്യൻ ടീം ഉയർത്തിയപ്പോൾ ഏറ്റവും വേദനിച്ചത് ഒരു പക്ഷേ പാകിസ്ഥാനായിരിക്കും. ലോകകപ്പ് ബഹിഷ്കരണ ആഹ്വാനവും ഇന്ത്യൻ ടീമിനെതിരെ കളിക്കില്ലെന്ന നിലപാടും പിന്നാലെ ICC കണ്ണുരുട്ടിയതോടെ നിലപാട് മാറ്റിയതുൾപ്പെടെയുള്ള നാണക്കേട് പാകിസ്ഥാനെ വേട്ടയാടിയിരുന്നു. പിന്നാലെ ഇന്ത്യക്കെതിരെ വമ്പൻ തോൽവി വഴങ്ങുകയും ചെയ്തു. അധികം വൈകാതെ ലോകകപ്പിൽ നിന്ന് പുറത്താകുകയും ചെയ്തത് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് എല്ലാ കാലത്തും ആവേശം കൂടും. ഒരുപക്ഷെ ഗ്രൗണ്ടിൽ ഉള്ളതിനേക്കാൾ വീറും വാശിയും പുറത്താണ്, സമൂഹ മാധ്യമങ്ങളിലാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുതൽ പ്രാദേശിക മാധ്യമങ്ങൾക്ക് വരെ ഏറെ പ്രിയപ്പെട്ടതാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ICC ടൂർണമെന്റുകളിൽ ഇന്ത്യക്കുള്ള മേധാവിത്വം പാകിസ്ഥാനെ വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അതിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. വമ്പൻ മത്സരങ്ങളിൽ ഇന്ത്യ മാനസികമായി തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പിന്നിലേക്ക് പോകുന്നുവെന്ന വഴി പാകിസ്ഥാൻ ആരാധകരിൽ തന്നെയുണ്ട്. ഇന്ത്യ നേടിയെടുക്കുന്ന മാനസികാധിപത്യത്തിന്റെ കാര്യം പല പാക് താരങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പാകിസ്ഥാന്റെ സൂപ്പർ താരമായിരുന്ന ഷാഹിദ് അഫ്രീദിയാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ 2011 ഏകദിന ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാക് താരങ്ങൾ സമ്മർദ്ദത്തിലായ നിമിഷത്തെക്കുറിച്ചാണ് അഫ്രീദി പറയുന്നത്. 2010 മൊഹാലിയിൽ നടന്ന ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ പാകിസ്ഥാനെ മാനസികമായി തളർത്തിക്കളഞ്ഞത് ഇന്ത്യൻ താരങ്ങൾ മാത്രമായിരുന്നില്ലെന്നാണ് അഫ്രീദി പറയുന്നത്. മൊഹാലിയിലെ കൂറ്റൻ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ഇന്ത്യൻ ആരാധകർ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കീഴിലിറങ്ങിയ ഇന്ത്യൻ ടീമിന് നൽകിയ പിന്തുണ ശക്തമായിരുന്നു. മത്സരത്തിന്റെ പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ മികവ് കാട്ടിയെങ്കിലും കാണികൾ ഞങ്ങളെ തളർത്തിക്കളഞ്ഞു. അവർ ഇന്ത്യൻ ടീമിന്റെ ആവേശം ഉയർത്തുകയായിരുന്നു. മത്സരത്തിന് തുടക്കം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പാക് ടീമിനുണ്ടായിരുന്നു. എന്നാൽ മൊഹാലിയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളുടെ മേധാവിത്വം കിടത്തിയത് അന്ന് തടിച്ചുകൂടിയ ഇന്ത്യൻ ആരാധകരായിരുന്നു. അവർ ഇന്ത്യക്കായി അലറി വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയുണ്ടായി. ഇന്ത്യയുടെ തുടക്കം കണക്കിലെടുക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ എൻ്റെ ടീമിന് ആത്മവിശ്വാസമുണ്ടെന്ന് കരുതിയിരുന്നു. മത്സരത്തിൽ വിജയിക്കാനാകുമെന്ന് കരുതുകയും ചെയ്തു. ആ ആത്മവിശ്വാസം ടീമിനും ഉണ്ടായിരുന്നു. എന്നാൽ മൊഹാലിയിലെ കാണികൾ ശത്രുതാപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റിമറിച്ചു. അവർ പാക് ബാറ്റർമാരെ വിറപ്പിച്ചു. ഇതോടെ ഞങ്ങളുടെ ഓരോ ബാറ്റർമാരും ഓരോ പന്തിലും ബുദ്ധിമുട്ടി. കാരണം ഇന്ത്യക്ക് കാണികൾ നൽകിയ പിന്തുണ അത്രയും വലുതായിരുന്നു. ഇതോടെ ഞങ്ങൾ സമ്മർദ്ദത്തിലേക്ക് വീഴുകയും ചെയ്തുവെന്ന് അഫ്രീദി പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് ഇതല്ല. 2011 മൊഹാലിയിൽ നടന്ന ഏകദിന ലോകകപ്പ് സെമി ഫൈനൽ മത്സരവുമായി ബന്ധപ്പെടുത്തി അഫ്രീദി പറഞ്ഞ കാര്യങ്ങൾ ബെഡായിയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതിനുള്ള കാരണങ്ങളും കണക്കുകളും അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇന്ത്യക്കെതിരെ സെമി ഫൈനൽ കളിച്ചപ്പോൾ പാക് ടീമിന് മികച്ച തുടക്കം ലഭിച്ചുവെന്നും മുഹമ്മദ് ഹഫീസും ക്രമാൻ അക്മലും 90 റൺസ് നേടിയെന്നും അഫ്രീദി പറയുന്നുണ്ട്. ഇവിടെ കുറച്ചല്ല അബദ്ധങ്ങൾ. മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 260 റൺസ് പിന്തുടരാൻ ഇറങ്ങിയ പാക് ഓപ്പണർമാരായ ക്രമാൻ അക്മലും അബ്ദുൾ റസാഖുമാണ്. ക്രമാൻ അക്മൽ നേടിയതാകട്ടെ 19 റൺസും അബ്ദുൾ റസാഖ് നേടിയതാകട്ടെ 3 റൺസുമാണ്. മിസ്ബാ ഉൽ ഹഖ് നേടിയ 56 റൺസായിരുന്നു ഉയർന്ന സ്കോർ. അഫ്രീദി പറഞ്ഞ മുഹമ്മദ് ഹഫീസ് നേടിയതാകട്ടെ 43 റൺസുമാണ്. അങ്ങനെ അഫ്രീദി പറഞ്ഞ വാക്കുകളെ സ്കോർ ബോർഡിലെ കണക്കുകൾ വെച്ച് പൊളിക്കുകയാണ് ആരാധകർ. അഫ്രീദിയുടെ ഓർമ്മകൾക്ക് എന്തോ പിഴവുണ്ടെന്നും അദ്ദേഹം മനഃപൂർവ്വം കള്ളം പറയുകയാണെന്നും ചിലർ ആരോപിച്ചു. അഫ്രീദി ഇങ്ങനെ പറയുമോ എന്ന ചോദ്യവും അതിനൊപ്പം ഉയരുന്നുണ്ട്. ഇന്ത്യൻ ആരാധകരെ പൊഴുത്തി നടത്തിയ പ്രസ്താവന പാക് ആരാധകരെ ചൊടിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.